ഇന്ന് രാത്രിയിലേക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് വരുന്നത് നോക്കിയാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഫുഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വലിയ ആളെപ്പോലെ വന്ന് നോക്കി. പക്ഷെ എന്താണെന്ന് എനിക്ക് നോക്കിയിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. മന്തി കിങ് അറേബ്യൻ കിച്ചൺ എന്നൊക്കെ കവറിന് മേലെ കാണുന്നുണ്ട്. അപ്പോൾ മന്തിയാണെന്ന് നോക്കിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ പരിപാടിയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ എന്താ ചെറിയ കുട്ടിയാണോ എന്ന് ചോദിച്ച ചേട്ടൻ വൈകിട്ട് വരുമ്പോൾ ഇത്രയൊക്കെ ഒപ്പിച്ചു കൊണ്ടിരുന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയ എൻ്റെ ഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയുക. അങ്ങനെ കേക്ക് കട്ടിങ് ഞങ്ങൾ മൂന്നാളും കൂടി ഇവിടെ അടിപൊളി ആഘോഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേക്കിൻ്റെ കാര്യം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും സർപ്രൈസ് തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കുന്നുള്ള കാര്യം ഞാൻ ഏകദേശം ഊഹിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ എന്ത് കാര്യം ഉണ്ടായാലും നമ്മൾ ആദ്യം ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് മുറിക്കൽ, കേക്ക് കൊടുക്കൽ, കേക്ക് കഴിക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചേട്ടൻ്റെ വക ഒരു പരിപാടിയും കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് വേറൊന്നല്ല, കേക്ക് കൊണ്ടുള്ള ഒരു ഫേഷ്യൽ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ സംഭവം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് ചെയ്യുമ്പോൾ ആളുടെ മുഖത്തുള്ള ഒരു സന്തോഷം നോക്കണം. ഇങ്ങനെ ഇത്രയേറെ സന്തോഷിച്ചിട്ടുള്ള ഒരു സമയം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. സാരമില്ല, എനിക്കിതുപോലെ സന്തോഷിക്കാൻ വേറൊരു ദിവസം വരുന്നുണ്ടല്ലോ. ആ ദിവസം വരെ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കേക്ക് കട്ടിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. എന്താണ് ഫുഡ് കൊണ്ടുവന്നെന്നുള്ള ആകാംക്ഷയിൽ ഞാൻ ഇങ്ങനെ ക്യാമറയായിട്ട് റെഡിയായി നിൽക്കുവാണ്. ചാനൽ തുടങ്ങുന്നതിന് മുന്നേ വരെ ഈ പണികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പണികളൊക്കെ നേരെ തിരിഞ്ഞു വന്നു. കപ്സയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കഴിച്ചു നോക്കി, കൊള്ളാം. പക്ഷേ എനിക്കിങ്ങനെ ഈ ഫ്ലേവറുള്ള റൈസിനോട് തീരെ താല്പര്യമില്ല. പിന്നെ ചിക്കനും മയോണൈസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഫ്ലേവർ മാത്രമല്ല കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ള റൈസും കൂടിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കൽ തുടങ്ങി. ഇനി വർത്താനമൊന്നുമില്ല, നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.